സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ പുതിയൊരു ക്യാമറയാണ്. അപ്പം ഈ ഒരു വെബ് ക്യാം ഞാൻ സ്ട്രീമിങ്ങിനും എല്ലാ പർപ്പസിനും വേണ്ടി വാങ്ങിച്ചാണ്. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പം ഇതെനിക്ക് 4000 രൂപയ്ക്കകത്ത് കിട്ടിയൊരു ക്യാമറയാണ്. ഇപ്പോൾ കാണിച്ചതല്ല, അതിൻ്റെ പഴയത് ഇരിക്കുന്നതാണ് ലാബ് കെയറിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ ബോക്സാണ് വാഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലെ ക്യാമറയാണ്. ഇവിടെ കുറച്ച് യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഗൈസ്, ഒരു പ്രശ്നം പറ്റി. ലാസ്റ്റൊക്കെ ഞാൻ വീഡിയോ കുറേ റെക്കോർഡ് ചെയ്ത് നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം റെക്കോർഡായത് എൻ്റെ ക്യാമറയുടെ മൈക്കിലാണ്, ഈ ഒരു പുതിയ ക്യാമറയുടെ മൈക്കിലാണ്. അവിടെ നിങ്ങൾക്ക് നേരെ കേൾക്കാനൊന്നും പറ്റിയില്ല. ക്യാമറയുടെ മൈക്ക് അത്രയും നല്ലതൊന്നുമല്ല, ഇതിൻ്റെ കൂടെ OTG കിട്ടിയിട്ടുണ്ട്. അപ്പം ക്യാമറയുടെ മൈക്ക് നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ലേ. ഓക്കെ, അഴുക്ക സാധനം തന്നെയാണ്. ക്യാമറയുടെ മൈക്ക് അത്രയും നല്ല മൈക്കൊന്നുമല്ല. പിന്നെ ഇതാണ് ക്യാമറ. ഇവിടെ സീൻ ക്യാമറയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്കിപ്പം ഞാൻ ഇതിലെടുത്ത് കാണിച്ചു തരണതിൻ്റെ അത്രയും നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഇൻ കേസ് നല്ല ക്വാളിറ്റി ഉണ്ട് അതിന് ക്യാമറയ്ക്ക്. ഓക്കെ, ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഫുട്ടേജൊക്കെ കാണിച്ചു തരാം ക്യാമറയിൽ. ഇതാണ് ഓവറോൾ ലുക്ക്. അപ്പോൾ ഇവിടെ ഷട്ടറുണ്ട്, പ്രൈവസി ഷട്ടർ. ഇത് വെച്ച് നമുക്ക് ഓഫ് ഓണൊക്കെ ചെയ്യാം. പിന്നെ ഗ്രീൻ ലൈറ്റ് അവിടെ ഇൻഡിക്കേറ്റർ വരണോണ്ട് നമുക്ക് ക്യാമറ ഓൺ ആണെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാമറ. ഇങ്ങനെ നമുക്ക് തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റും. പച്ച ലൈറ്റൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഓണാക്കി എല്ലാം കാണിച്ചു തരാം. 2 ക്യാമറ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്കപ്പോൾ ക്വാളിറ്റി കുഴപ്പമില്ല. ഒരു ലൈറ്റ് ഉണ്ട് മുകളിൽ, അതിട്ട് നോക്കാം. ലൈറ്റ് കൂടി ഇട്ടപ്പം കൊള്ളാം. എന്നാലും ഇവിടെ നിന്ന് ഈ ക്യാമറ മാറ്റി ഈ സൈഡിലോട്ട് ആക്കി നോക്കാം. അപ്പോൾ അത് സെറ്റ് ആക്കും. ഇവിടെ മറ്റു സാധനങ്ങൾ ശരി, ഇത് ആവശ്യമില്ല. എന്നാലും ആ ഒരു പ്രശ്നം തീരും. മറ്റേലാണെങ്കിൽ ഒരുമാതിരി വൈഡ് ആംഗിൾ പോലെ വരുമായിരുന്നു. ആ ഒരു പ്രശ്നം ഇതിലില്ല, അതുകൊണ്ട് അത് ഓക്കെ ആയി. പിന്നെ കുഴപ്പമില്ല. ഈ ഒരു സാധനം വെച്ച് ഓഫ് ചെയ്യാം, ഓണാക്കാം. ഇത് പഴയ ക്യാമറ, അതും ഇതും വെച്ച് കമ്പയർ ചെയ്ത് കാണിച്ചു തരണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ക്യാമറ ഈ ഒരു ആംഗിളിലാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി പെർമനൻറ്റ് അല്ല, ഇനി ചിലപ്പോൾ മാറ്റേണ്ടി വരും. നോക്കണം, ഓരോരോ ആംഗിൾ വെച്ച്. ഓക്കെ, എന്നിട്ട് ഈ ഒരു സൈറ്റിൽ വരിക. ഈ ഒരു കമ്പനി, ഇതിപ്പോൾ പേര് വായിക്കാൻ പറ്റില്ല. ഞാൻ ഇത്ര നേരം അതിൽ ഓർമ്മിച്ചിരുന്ന പേരാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി വായിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതാണ് മനസ്സിലാവില്ല. ഓക്കെ, അപ്പം അതാ കിടക്കണം. വാഫ്റ്റ് എന്ന് പറയണ വാഫ്റ്റ് എന്നാണ് നമ്മൾ പറയണത്. ഫുള്ള് ക്യാമറയാണ്. ഓട്ടോ ഫോക്കസും കാര്യങ്ങളും നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ്, അത്രയ്ക്ക് സ്മൂത്താണ്. എന്തായാലും വീഡിയോ ഞാൻ സാമ്പിൾ ചെയ്തിൽ നിങ്ങൾക്ക് കിട്ടിത്തരാം, പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ആക്കണം. ഡൗൺലോഡ് ആക്കുമ്പം ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി ഈ ഒരു ആരോയിൽ. അപ്പം ഇങ്ങോട്ടുള്ള സാധനങ്ങളും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 4K വെബ് ക്യാം സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ OBS ഏതെങ്കിലും ഒരു സ്ട്രീമിംഗ് എടുക്കാം. എന്തായാലും നോർമൽ വിൻഡോസിൻ്റെ ക്യാമറ എടുക്കണ്ട, അതിനെക്കാട്ടി നല്ലത് ഇതേപോലെ വല്ല OBS സ്ട്രീം ചെയ്യാനുള്ള വല്ലതും ഇത് സെറ്റപ്പ് എടുക്കണം. ഓക്കെ, ഇപ്പോൾ എന്തിനാണെന്നു. അപ്പോൾ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് ആൾറെഡി. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഇത് മാറ്റിയിട്ട് ഫുൾ സ്ക്രീനിൻ്റെ സെറ്റപ്പ് ഞാൻ ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഫുൾ സ്ക്രീൻ ആക്കിയിരിക്കുകയാണ്. എന്ത് പാടി, ഇവിടെ ഫുൾ സ്ക്രീൻ ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല, നോർമൽ ലൈറ്റാണ് ഇവിടുത്തെ. ഈ ഒരു ലൈറ്റ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാത്രിയും ഈ ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടും. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ചെറുതാക്കി വെച്ചാലും സീനില്ലെന്ന് തോന്നുന്നു. 4K തന്നെ എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളിങ്ങനെ വന്നതിന് ശേഷം കോൺഫിഗർ വീഡിയോയിൽ പോയിട്ട് ക്യാമറ കൺട്രോൾ ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേ അധികം ഞാൻ ഇതേപോലെ ആ മൈക്കിൽ പോയിട്ട് കട ഒരാന്ന് സംസാരിക്കുന്നു, പക്ഷേ സംഭവം റെക്കോർഡ് ആയതല്ല, ക്യാമറയുടെ മൈക്കിലാണ്. ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഓട്ടോ ഫോക്കസ് ടെസ്റ്റ് ചെയ്യുന്നതാണ്, എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ ഫേസ് ഇവിടെ ഡിക്റ്റേറ്റ് ആവുന്നുണ്ട്, എന്ന് വെച്ചാൽ ഫോക്കസ് ആവുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള അവർ പറഞ്ഞിട്ടുള്ളത് തന്നെ കാര്യം നല്ലോണം വർക്കിംഗ് ആവുന്നുണ്ട്. ഓട്ടോ ഫോക്കസ് നല്ല ഓട്ടോ ഫോക്കസാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പെട്ടെന്ന് ഒബ്ജക്റ്റ് ട്രാൻസ്ഫർ ആവുന്നതിനനുസരിച്ച് ഇവിടെ നല്ലോണം എൻ്റെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ 4000 രൂപയ്ക്ക് അനുസരിച്ച് ഇത് നല്ലൊരു ക്യാമറയാണ്. ക്രിയോ ഔളെന്ന് പറഞ്ഞിട്ട് ഒരു 1080p വെബ് ക്യാം കിട്ടും. അത് വെച്ച് നോക്കുമ്പം അതിനെക്കാട്ടിയും 2 ഇരട്ടി കൊള്ളാം ഈ വെബ് ക്യാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, പെട്ടെന്ന് തന്നെ എന്നെ ഇവിടെ ഓട്ടോ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എന്തോ ഒരു ടെക്നോളജിയാണ്. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഒന്നും വേണ്ട, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. പ്ലഗ് ആൻഡ് പ്ലേയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചു തരണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി. ഓക്കെ, നേരത്തെ OBS കണ്ടത് ചെറുതായിട്ട് ക്വാളിറ്റി വ്യത്യാസമുണ്ട്, കാരണം അതെന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് OBSൻ്റെ എന്തോ കുഴപ്പമാണ്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി. ഓക്കെ, ഈ ക്യാമറയിൽ അത് നോക്കണം. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് ക്യാമറ കിട്ടിയത് പ്ലഗ് ചെയ്തിട്ട് അങ്ങ് എടുത്ത വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ആഡിയോ പറ്റിപ്പോയി അവസ്ഥയായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു. ഇതിൽ പ്ലഗ് ചെയ്ത ഉടനെ സ്കാം പറ്റുമെന്ന്. ക്യാമറയിലെ മൈക്ക് അങ്ങ് എടുത്ത് വെച്ച് ഉപയോഗിച്ചു, OBS ഉപയോഗിച്ച് ഇത് വിൻഡോസിലെ ക്യാമറ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ലൈറ്റ് ഇട്ടിട്ടുള്ളതാണ്. ഇവിടെ കാണാം, ഫോണിൽ വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കണ്. പിന്നെ ഫോണിൻ്റെ സൗണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് 2 സൗണ്ട് കൂടി മാറിപ്പോവും. അതുകൊണ്ടാണ്. പിന്നെ നമുക്കിവിടെ ഫേസ് നല്ലോണം കാണാം. പിന്നെ ആ ഒരു സൈഡ് വലിയ സീനൊന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഓവൽ ഷേപ്പ് വരുമായിരുന്നു ഏറ്റവും അങ്ങറ്റത്ത്. ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുമായിരിക്കും, ഓർമ്മയില്ല. എന്നാലും ആ പ്രശ്നമൊന്നും ഇതിലില്ല. ബാക്കിലത്തെ കലണ്ടർ വരെ നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യവും നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രൈവസി ഷട്ടറാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഓഫ് ചെയ്തോ, അടച്ചിട്ട് തുറന്ന്. ഓക്കെ, അപ്പോൾ ഓവറാൾ നല്ലൊരു ക്യാമറ തന്നെയാണ് ഗൈസ്, ഒന്നും പറയാം. ഇനി ഇതിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇനി ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി ലൈറ്റ് ഉണ്ട് മുകളിൽ, ഇട്ട് നോക്കാം. ലൈറ്റ് ഇട്ടപ്പോൾ എന്നാലും ഇവിടെ നിന്ന് ഈ ക്യാമറ ആക്കി സൈഡിലോട്ട് ആക്കി വെക്കാം. എന്നാലും ആ ഒരു പ്രശ്നം തിരിഞ്ഞു, മറ്റേലാണ് ഒരുമാതിരി വൈഡ് ആംഗിൾ പോലെ വരുന്നത്. ഒരു പ്രശ്നം ഇതിലില്ല, അതുകൊണ്ട് അത് നോക്കിയോ, കുഴപ്പമില്ല. സാധനം വെച്ച് ഓഫ് ചെയ്യാം, ഓണാക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്ര തന്നെ വീഡിയോ. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാങ്ങാനുള്ള വല്ല പ്ലാനും ഉണ്ടെങ്കിൽ വേറെ കാര്യമൊന്നും പറയില്ല, നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഓക്കെ, പിന്നെ വേറൊരു ക്യാമറ കിട്ടൂല. ഇനി 4K എന്ന് പറയുമ്പോൾ നല്ല പൈസ കൊടുക്കേണ്ടി വരും.